ഹലോ, ടി എഫ് ജേർണിയിൽ ഡി എഫ് ഫേസ് ചെയ്യുന്ന ഡിവൈൻ ടെസ്റ്റുകളെ പറ്റി മനസ്സിലാക്കാം. സെപ്പറേഷൻ സ്റ്റേജ് മുതൽ ഡി എഫ് ഹീലാകുന്നതിനനുസരിച്ച് ഡിവൈൻ ഡി എഫിന് കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ് ഡിവൈൻ ടെസ്റ്റുകൾ. അത് ചിലപ്പോൾ കഠിനമായിരിക്കാം, അല്ലെങ്കിൽ സിമ്പിളായിരിക്കാം. ടി എഫ് ജേർണിയിലെ മൂന്നാമത്തെ സ്റ്റേജാണ് സെപ്പറേഷൻ സ്റ്റേജ്. നിങ്ങൾക്കറിയാമല്ലോ, ഡിവൈൻ ഗോഡ് ഡി എമ്മിനെയും ഡി എഫിനെയും ബബിൾ ഫേസിൽ ഉയർന്ന തലത്തിലെത്തിച്ചിട്ട് ഡി എമ്മിനെ കൊണ്ട് ഈ ജേർണിയിൽ സെപ്പറേഷൻ സംഭവിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഡി എഫിന് സ്വയം വളരാൻ വേണ്ടി. ഡി എഫിൻ്റെ സോളിനെ പുറമേ കാണുന്നതും ഒളിഞ്ഞിരിക്കുന്നതുമായ നെഗറ്റീവ്സിനെയൊക്കെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, പുറമേ കാണുന്ന നെഗറ്റീവ്സ് ഡി എഫിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഡി എഫിൽ ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ്സിനെ ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് മനസ്സിലാക്കി ഡി എഫ് ഹീൽ ചെയ്യണം. ഇങ്ങനെ ഓരോ നെഗറ്റീവ്സിനെയും ഹീൽ ചെയ്ത് വരുന്ന യാത്രയിൽ ഡി എഫ് ശരിക്കും ഹീലായോ എന്നറിയാൻ ഡിവൈൻ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യും. ഡി എഫ് ഹീലായിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളിലൊക്കെ വിജയിക്കും. ഹീലായിട്ടില്ലെങ്കിൽ വീണ്ടും ഹീലാക്കാനുള്ള സാഹചര്യങ്ങൾ ഡിവൈൻ ഇട്ടു കൊടുക്കും. ഓക്കെ, പാർവതി മാതയുടെ ഇന്നർ വർക്കിലെ ഡിവൈൻ ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഹീലിംഗ് ജേർണി തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ ജയിക്കില്ല. ഡിവൈൻ ടെസ്റ്റിൽ തോറ്റും പഠിച്ചും വീണ്ടും തോറ്റും വീണ്ടും പഠിച്ചും ഫൈനലിയാണ് നമ്മൾ ജയിക്കുന്നത്. മനസ്സിലായോ? അത് നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെങ്തിനെ അനുസരിച്ചിരിക്കും. ചിലർ പെട്ടെന്ന് പഠിക്കും, ചിലർ പതുക്കെ പഠിക്കും. ഇനി എന്തൊക്കെയാണ് ഡിവൈൻ ടെസ്റ്റുകളെന്ന് നോക്കാം. ഒന്നാമത്തത്, ഡി എഫിന് ഡി എമ്മിനോട് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ മാറിയിട്ടുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്. അത് ചിലപ്പോൾ സെപ്പറേഷൻ സ്റ്റേജിൽ പെട്ടെന്നൊരു ദിവസം ഡി എമ്മിനെ വരുത്തിയിട്ട് ഉടനെ തന്നെ, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ ഡി എമ്മിനെ ഫീൽഡിൽ നിന്ന് മാറ്റിയിട്ടായിരിക്കും ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡി എമ്മിൻ്റെ ഹാപ്പി ഫോട്ടോസൊക്കെ ഇട്ട് ഡി എഫിനെ കാണിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ഈ ഇഷ്യൂ മാറിയിട്ടുള്ള ഡി എഫിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഒരു വിഷമവും വരത്തില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഉള്ളിലാണ് എൻ്റെ ഡി എം ജീവിക്കുന്നത് എന്ന ശക്തമായൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് പാസ്സാവാൻ പറ്റും. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെസ്റ്റ്, ഡി എഫ് ലെറ്റ് ഗോ ചെയ്യാൻ പഠിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഡി എമ്മിനെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞ ഡി എഫ്സ് ഡി എമ്മിനെ പഴയതുപോലെ പിന്നെ ഒരിക്കലും ഫോളോ ചെയ്യില്ല. അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും തോന്നുകയില്ല അവർക്ക്. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാഗചേച്ചിയുടെ ഡയലോഗ്? അത് ഡി എമ്മിന് വരാം പോകാം, ഇവിടെ ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല എന്ന ഒരു മൈൻഡിൽ ഇരിക്കണം ഡി എഫ്. ഓക്കെ, അതുപോലെ അടുത്തതാണ്, ഡി എഫ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റ്. അത് തൻ്റെ ഡി എമ്മിനെ കൊണ്ട്, അല്ലെങ്കിൽ ഡി എഫിൻ്റെ ചുറ്റുമുള്ള കാർമിക്സിനെ കൊണ്ട് ഡി എഫിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നറിയാൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികരിക്കാതെ മസിൽ പിടിച്ച് നിൽക്കണം. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും സ്വയം ഒഴിവാകാൻ നോക്കണം. ബുദ്ധ പറഞ്ഞിട്ടില്ലേ, സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. കേട്ടിട്ടുണ്ടോ? അടുത്ത ടെസ്റ്റാണ് ഡി എഫിൻ്റെ ഇന്നർ വർക്കിൽ ആത്മാർത്ഥത ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്. അതായത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകുമോ, മടി പിടിച്ചിരിക്കുമോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റാണ്. അത് ചിലപ്പോൾ ഇന്നർ വർക്ക് ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശാരീരിക അസ്വസ്ഥതകൾ വരുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് കളിയാക്കിയിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ഒന്നിലും തളരരുത് ഡി എഫ്, ഒന്നിലും തളരരുത്. ബി സ്ട്രോങ്. പാർവതി മാതയെ ഓർക്കണം. ഓക്കെ, ശാരീരിക അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് മെഡിറ്റേഷൻ ഒഴിവാക്കി മന്ത്ര ചാൻറ്റിങ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം പോലും ഇന്നർ വർക്ക് മുടങ്ങി പോയില്ലല്ലോ, അല്ലേ? മനസ്സിലായോ? അടുത്ത ടെസ്റ്റാണ് ഡി എഫിൻ്റെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഹീലായോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ. അതായത് ദേഷ്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻ എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളത് ഹീൽ ചെയ്യുന്ന യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കൊണ്ട് സൃഷ്ടിക്കും ഡിവൈൻ. ഓക്കെ, അതുപോലെ പേടി, ഈഗോ,
ജലസി, സ്വാർത്ഥത, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ അതൊക്കെ ഹീൽ ചെയ്യാനുള്ള യാത്രയിലാണെങ്കിൽ തീർച്ചയായും ആ ഇമോഷൻസൊക്കെ നിങ്ങളിൽ വീണ്ടും ഉണ്ടാകുമോ എന്നറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ചുറ്റുമുള്ളവരെ കൊണ്ട് സൃഷ്ടിക്കും ഡിവൈൻ. നിങ്ങൾ പൂർണ്ണമായും ആ നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഹീലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ വീണ്ടും ആ ഇമോഷൻസ് വരില്ല. ഓക്കെ, ഞാൻ 5 മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ ടെസ്റ്റുകളുടെ കാര്യം. ഇനിയുണ്ട് ഡിവൈൻ ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ പാസ്സാകുന്നത് വരെ വീണ്ടും വീണ്ടും ഈ ടെസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ നമ്മൾ ടെസ്റ്റിന് പാസ്സാകുന്നത് പോലെ. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹീലായാലേ, ഈ ടെസ്റ്റുകളൊക്കെ പാസ്സായാലേ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്പിരിച്വലി അവേക്കൻഡ് ആകുള്ളൂ, അതായത് ആത്മീയമായി ഉണരുള്ളൂ. അപ്പോൾ ഡിവൈൻ ടെസ്റ്റുകളെയൊക്കെ നേരിടാൻ തയ്യാറാണോ ഡിയേഴ്സ്? വിഷസ് ആൻഡ് താങ്ക് യു.